നമസ്കാരം. ആനന്ദ് ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രജനി അഭിലാഷ്. പ്രധാന വാർത്തകൾ. വ്യാവസായിക സ്ഥാപനങ്ങളുടെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിന് അടുത്ത 5 വർഷത്തിനകം കമ്പനികൾക്ക് 4000 കോടി ദിർഹം ധനസഹായം നൽകുമെന്ന് UAE. ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിന് 100 കോടി ദിർഹത്തിന്റെ പ്രത്യേക ഫണ്ട് ആരംഭിക്കുമെന്നും മന്ത്രി ഡോക്ടർ സുൽത്താൻ അൽ ജാബർ. UAEയുടെ ദേശീയ പേയ്മെന്റ് കാർഡ് സ്കീമായ ജയ്വാൻ വിപണിയിൽ ലഭ്യമായി തുടങ്ങി. ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡെബിറ്റ്, പ്രീപെയ്ഡ്, ഗിഫ്റ്റ്, ക്രെഡിറ്റ് കാർഡുകളായി ഉപയോഗിക്കാം. UAEയിൽ വിസ്മയ കാഴ്ചകളുടെ വിരുന്നൊരുക്കി ഗ്ലോബൽ വില്ലേജ് 1.05 കോടി സന്ദർശകരെ സ്വാഗതം ചെയ്ത് റെക്കോർഡിട്ടു. 6 മാസത്തിലേറെ നീണ്ട ഉത്സവത്തിനിടെ നടന്നത് 400-ലേറെ കലാകാരന്മാർ പങ്കെടുത്ത 40,000 ഷോകൾ. ലോകത്തിലെ ആദ്യ കോഗ്നിറ്റീവ് നിർമ്മിത ബുദ്ധി നഗരം അയോൺ സെന്റിയ 2027 അബുദാബിയിൽ യാഥാർത്ഥ്യമാകും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത് പാകിസ്ഥാനെ അറിയിച്ചത് DGMO എന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പാകെ ആവർത്തിച്ച് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി. ട്രെയിൻ ടിക്കറ്റുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ചേർത്ത് ഇന്ത്യൻ റെയിൽവേ. വാർത്തകൾ വിശദമായി. വ്യാവസായിക സ്ഥാപനങ്ങളുടെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിന് അടുത്ത 5 വർഷത്തിനകം കമ്പനികൾക്ക് 4000 കോടി ദിർഹം ധനസഹായം നൽകുമെന്ന് UAE. ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിന് 100 കോടി ദിർഹത്തിന്റെ പ്രത്യേക ഫണ്ട് ആരംഭിക്കുമെന്നും മന്ത്രി ഡോക്ടർ സുൽത്താൻ അൽ ജാബർ. UAEയിൽ അടുത്ത 10 വർഷത്തിനകം സംഭരണ മേഖലയുടെ നിക്ഷേപം 16,800 കോടി ദിർഹമായി ഉയരും. വ്യാവസായിക അടിത്തറ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ജോർദാൻ, ബഹ്റൈൻ, ഈജിപ്ത്, മൊറോക്കോ, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കും. പ്രധാന മേഖലകളിൽ $500 കോടി സംയുക്ത പദ്ധതികൾ നടപ്പാക്കും. 4,800 വസ്തുക്കൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു. UAEയുടെ ദേശീയ പേയ്മെന്റ് കാർഡ് സ്കീമായ ജയ്വാൻ വിപണിയിൽ ലഭ്യമായി തുടങ്ങി. ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡെബിറ്റ്, പ്രീപെയ്ഡ്, ഗിഫ്റ്റ്, ക്രെഡിറ്റ് കാർഡുകളായി ഉപയോഗിക്കാം. ബിസിനസ്സുകാർ ഉൾപ്പെടെ മുഴുവൻ ഉപയോക്താക്കളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പേയ്മെന്റ് സംവിധാനങ്ങൾ അനിവാര്യമായ സാഹചര്യത്തിലാണ് അധികൃതർ ഇത്തരമൊരു സവിശേഷ കാർഡ് പുറത്തിറക്കിയിരിക്കുന്നത്. UAE കേന്ദ്ര ബാങ്കിന്റെ അനുബന്ധ സ്ഥാപനമായ അൽ എത്തിഹാദ് പേയ്മെന്റ്സ് ആണ് ജയ്വാൻ കാർഡിന് പിന്നിൽ. UAEയിൽ വിസ്മയ കാഴ്ചകളുടെ വിരുന്നൊരുക്കി ഗ്ലോബൽ വില്ലേജ് 1.05 കോടി സന്ദർശകരെ സ്വാഗതം ചെയ്ത് റെക്കോർഡിട്ടു. മുൻവർഷം ഇത് 1 കോടിയായിരുന്നു. 29ാമത് സീസൺ ഞായറാഴ്ച സമാപിച്ചതോടെയാണ് ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ടത്. 6 മാസത്തിലേറെ നീണ്ട ഉത്സവത്തിനിടെ 400-ലേറെ കലാകാരന്മാർ പങ്കെടുത്ത 40,000 ഷോകൾ നടന്നു. ആഗോള വിനോദവും ഭക്ഷണവും വ്യാപാരവുമെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിയുള്ള ആഗോള ഗ്രാമം ഇഷ്ടകുടുംബം വിനോദ കേന്ദ്രമായി മാറി. 90-ലേറെ സംസ്കാരങ്ങളെ പ്രതിനിധീകരിച്ച് 30 പവലിയനുകളും കാഴ്ചകളും ആഗോള ഗ്രാമത്തെ സമ്പന്നമാക്കി. നാദ് അൽ ഷെബയ്ക്ക് ഒരു പുതിയ 2 വരി പാലം നിർമ്മിക്കാൻ നടപടിയെടുത്ത് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. 700 മീറ്റർ ദൈർഘ്യമുള്ള പാലം ദുബായ് അൽ ഐൻ റോഡിൽ നിന്നും നേരിട്ട് നാദ് അൽ ഷെബയിലേക്ക് പ്രവേശനം നൽകും. യാത്രാസമയം 6 മിനിറ്റിൽ നിന്നും 1 മിനിറ്റിലേക്ക് കുറയുകയും ചെയ്യും. മണിക്കൂറിൽ 2600 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ശേഷി പാലത്തിനുണ്ടാകും. ഏതാണ്ട് 30,000-ലേറെ താമസക്കാർക്ക് ഇത് സഹായകരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ വർഷം അവസാന പാദത്തിലാണ് നിർമ്മാണം ആരംഭിക്കുക. 2026 അവസാന പാദത്തിൽ നിർമ്മാണം പൂർത്തിയാകും. പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കു സമീപം പാർക്കിംഗ്, പിക്കപ്പ് ഡ്രോപ്പ് ഏരിയകൾ ഉൾപ്പെടെയുള്ള റോഡ് വികസനങ്ങളും നടപ്പാക്കും. ലോകത്തിലെ ആദ്യ കോഗ്നിറ്റീവ് നിർമ്മിത ബുദ്ധി നഗരം അയോൺ സെന്റിയ 2027 അബുദാബിയിൽ യാഥാർത്ഥ്യമാകും. AI അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ, സ്വയം പ്രവർത്തിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, എനർജി മാനേജ്മെന്റ് തുടങ്ങിയവ ഇതിന്റെ പ്രത്യേകതകളാണ്. പൊതുസേവനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തിയുടെ സ്വന്തം ഡിവൈസുകൾ ഇവയെല്ലാം ഒരു ഇന്റർഫേസിലൂടെ ബന്ധിപ്പിക്കും. ഇറ്റാലിയൻ കമ്പനി MyIAN ഇൻകോർപ്പറേറ്റീവ് വികസിപ്പിക്കുന്ന ഈ പദ്ധതിയുടെ പ്രധാന ഘടകമാണ് MAIA എന്ന AI മൊബൈൽ ആപ്ലിക്കേഷൻ. ഒരു വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ, അഭിരുചികൾ എന്നിവ പഠിച്ച് സേവനങ്ങൾ കൃത്യമായി നൽകാൻ MAIക്ക്
കഴിയും. ഭക്ഷണ ബുക്കിംഗ് മുതൽ ആരോഗ്യം വരെ എല്ലാം കൈകാര്യം ചെയ്യുന്നു. ഖത്തറിലെ ഔദ്യോഗിക അവധി ദിനങ്ങൾ സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനത്തിന് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അംഗീകാരം നൽകി. ഔദ്യോഗിക ഗസറ്റ് പ്രസിദ്ധീകരിച്ച തീരുമാനം പ്രകാരം വിവിധ മന്ത്രാലയങ്ങൾ, മറ്റ് സർക്കാർ ഏജൻസികൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയുടെ ഔദ്യോഗിക അവധി ദിനങ്ങൾ ഇപ്രകാരമായിരിക്കും. ബലിപെരുന്നാൾ, ഈദുൽ അദ്ഹ ഔദ്യോഗിക അവധി ദിനങ്ങൾ ദുൽ ഹിജ്ജ 9 മുതൽ ദുൽ ഹിജ്ജ 13 വരെയായിരിക്കും. എല്ലാ വർഷവും ഡിസംബർ 18 ഖത്തർ ദേശീയ ദിനം പ്രമാണിച്ച് പൊതു അവധിയായിരിക്കും. അതേസമയം 2 ഔദ്യോഗിക അവധി ദിനങ്ങൾക്കിടയിൽ ഒരു പ്രവൃത്തി ദിവസം കൂടി ഉണ്ടെങ്കിൽ അത് അവധി ദിവസങ്ങൾ ഉൾപ്പെടുത്തും. പൊതു അവധി ദിവസങ്ങൾക്കിടയിൽ വാരാന്ത്യം വന്നാൽ അതും ഔദ്യോഗിക അവധി ദിവസങ്ങൾ ഉൾപ്പെടുത്തുമെന്നും ഗസറ്റിൽ പരാമർശിക്കുന്നു. ഇനി നാഷണൽ വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത് പാകിസ്ഥാനെ അറിയിച്ചത് DGMO എന്ന് ആവർത്തിച്ച് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. വിദേശകാര്യ തലത്തിൽ ഒരു ആശയവിനിമയവും നടന്നിട്ടില്ല. സൈനിക സംഘർഷത്തിൽ വെടിനിർത്തലിനായി ആദ്യം മുന്നോട്ട് വന്നത് പാകിസ്ഥാനാണെന്നും ശശി തരൂർ അധ്യക്ഷനായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പാകെ വിക്രം മിസ്രി വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് വെടിനിർത്തൽ ആവശ്യവുമായി ഇന്ത്യയുടെ DGMOയെ വിളിക്കുകയായിരുന്നു. ചക്ലാലയിലെ തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമതാവളവും ഇന്ത്യ ആക്രമിച്ചതോടെ പാകിസ്ഥാൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ടതെന്നും വിക്രം മിസ്രി കമ്മിറ്റിയെ അറിയിച്ചു. കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ BJP മന്ത്രി നടത്തിയ വർഗീയ പരാമർശം അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ച് മധ്യപ്രദേശ് സർക്കാർ. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി കുൻവർ വിജയ് ഷായ്ക്കെതിരെ അന്വേഷണം നടത്താൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചത്. IG, DIG, SP എന്നിവർ അടങ്ങുന്ന സംഘമാണ് അന്വേഷിക്കുക. വിജയ് ഷായുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച സുപ്രീം കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. രാജ്യം നിങ്ങളെയോർത്ത് ലജ്ജിക്കുന്നുവെന്നും ക്ഷമാപണം മുതലക്കണ്ണീരാകാമെന്നും കോടതി വിമർശിച്ചു. മന്ത്രിയുടെ ക്ഷമാപണം സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല. തുടർന്ന് മന്ത്രിയുടെ ഹർജിയിൽ മധ്യപ്രദേശ് സർക്കാരിന് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ട്രെയിൻ ടിക്കറ്റുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ചേർത്ത് ഇന്ത്യൻ റെയിൽവേ. ഓൺലൈൻ ടിക്കറ്റുകളിലാണ് മോദിയുടെ ചിത്രമുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതാണ് ചിത്രം. സൈനികർക്കുള്ള ആദരമെന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം. ഭീകരവാദം അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരിന്റെ 5 വർഷങ്ങൾ എന്നും ടിക്കറ്റിൽ കുറിച്ചിട്ടുണ്ട്. അതേസമയം വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സൈനിക നടപടിയെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗപ്പെടുത്തുകയാണ് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇനി GCC ഇന്ത്യ നാണയ വിനിമയ നിരക്കറിയാം. ഒരു സൗദി റിയാൽ 22.79 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 23.27 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റ് ദിനാർ 278.36 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 222.04 ഇന്ത്യൻ രൂപ. ഈ ബുള്ളറ്റിംഗ് സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.